നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, വാസ്തു കൺസൾട്ടേഷൻ, ശരനൂൽ ശാസ്ത്രം, ടാരോട്ട് എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എല്ലാം ആനുകാലികമായിട്ടുള്ളതാണ്. ഈ കൊലപാതക പരമ്പരകളെല്ലാം നമ്മൾ മാറ്റി, അത് വേണ്ട. നമുക്ക് അല്പം ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടുള്ളതൊക്കെയാണ് നല്ലത്. പഠിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഊഹാപോഹങ്ങൾ തട്ടിവിട്ടുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യില്ല. കാരണം ഊഹാപോഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നാളെ തെറ്റ് ഉണ്ടാകത്തില്ല. നമ്മുടെ ഈ കണക്കുകൂട്ടൽ തെറ്റില്ല. ഇതെല്ലാം ചരിത്രപരമായ വസ്തുതയും മറ്റുള്ള ആധികാരികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇതിൽ മതപരമായോ രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാടും ആരും എടുക്കാൻ പാടില്ല. കാരണം ഇതൊരു പഠന ക്ലാസ്സാണ്. ഓക്കൾട്ട് സയൻസ്, നിഗൂഢശാസ്ത്രം എന്ന ഒരു പഠന ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ആരോടും ഒരു പ്രത്യേകമായ ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. അതായത് ഈ ചാനൽ കാണുന്നവർ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻറ്റുമായി വരരുത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിന് മുൻപായിട്ടുള്ള ഒരു 10-15 വീഡിയോസ് കാണുക. അപ്പോൾ മനസ്സിലാകും ഇതിലുള്ള റിയാലിറ്റി. ഓക്കെ, താങ്ക് യു. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ പ്രസിഡൻറ്റ്, ദേശീയ നാഷണൽ പ്രസിഡൻ്റായ മൊയ്തീൻകുട്ടി ഫൈസൽ എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഡൽഹി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ED, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ മൊയ്തീൻകുട്ടി ഫൈസിയുടെ പേരിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം, MK ഫൈസി എന്ന് ഷോർട്ട് ഫോമായിട്ട് പറയുന്നു, 17 ലെറ്റേഴ്സാണ് ഉള്ളത്. ഈ 17 നിങ്ങളുടെ പേരിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷവും നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കും. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചുകൊണ്ട്. നമ്മൾ ഈ മൊയ്തീൻകുട്ടി ഫൈസലിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ എടുക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം നമ്മൾക്കൊരു ഉദാഹരണമായിട്ട് കിട്ടിയതാണ്. 17 വന്നാൽ പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും ശരി, നിങ്ങളുടെ പേര് പിന്നീട് അവശേഷിക്കും. അദ്ദേഹം പ്രമാദമായ ഒരു പ്രസംഗമൊക്കെ ചെയ്തു. അതന്ന് ഗവൺമെൻറ് വെറുതെ വിട്ടു. ഈയിടെ ആൻറ്റി മണി ലോണ്ടറിങ്, അതായത് പണം വെളുപ്പിക്കുന്ന പ്രക്രിയ, ആ രാജ്യത്തിന് ഏറ്റവും ദ്രോഹം ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഈ മണി ലോണ്ടറിങ് എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തെ പിടിച്ചത്. ഇദ്ദേഹത്തെ എന്നും അറിയപ്പെടും എന്ന് പറയാൻ കാരണം എൻ്റെ മനസ്സിലും കൂടി ഭയമായതാണ്. അതായത് ഞാൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടതാണ്. മറ്റുള്ളവർ പറയുന്ന പോലെ ഗോസിപ്പല്ല. ഇവിടെ ആര് ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഹിന്ദുക്കൾ വേണോ ക്രിസ്ത്യാനികൾ വേണോ എന്ന്. പ്രമാദമായ വിഷയമാണ്. വളരെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഒരു മതപരമായ പാർട്ടിയിലോ ഒന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. എല്ലാവരും അവനവൻ്റെ രീതിയിൽ ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. നാട്ടുകാർക്ക് പോലും ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ നാടുമായിട്ട് വലിയ ബന്ധവുമില്ല. അപ്പോൾ എനിക്കും ഭയമാണ്, ഇവിടെ മറ്റുള്ളവരെ ആക്രമിക്കാൻ വരുമോ എന്ന്. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു. വീഡിയോ 2-3 വർഷം മുൻപാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ എന്നും ഞാനും ഓർത്തിരിക്കും. ഇത് കേട്ട പല ആൾക്കാരും ഓർത്തിരിക്കും. അതാണ് ഈ 17ൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളിൽ 17 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. ഈ ഇദ്ദേഹത്തിന് ഇനി ഭാവിയിൽ ഇങ്ങനത്തെ ഒരു അറസ്റ്റ് വന്നതിൻ്റെ പേരിൽ ഭാവിയിൽ ഈ ഭൗതികതയോട് വിരക്തി ഉണ്ടാകും. 17കാർ സന്യാസം അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം 7ഉം 8ഉമായിട്ട് ഉള്ള നമ്പേഴ്സാണ്. അതായത് 17 മീൻസ് 8 8, 17, 26 സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ്. 7ഉം അതുപോലെയാണ്. ഇദ്ദേഹം സ്പിരിച്വാലിറ്റിയിൽ പോകാനുള്ള കാരണം, വൺ ഓഫ് ദ റീസൺ എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമത്തെപ്പറ്റി കഴിഞ്ഞിടയ്ക്കായിട്ടാണ് പഠിച്ചത്. ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടിയും കുത്തുമൊന്നും അല്ല അവർക്കുള്ളത്. ജയിലിൽ ചെന്നാൽ അവർക്ക് ഇപ്പോഴത്തെ ട്രെയിനിങ് അനുസരിച്ചുകൊണ്ട് സയൻറ്റിഫിക് രീതിയിൽ യോഗയെല്ലാം പഠിപ്പിക്കുന്നുവെന്ന് ഞാനൊരു കറണ്ടായിട്ടുള്ളൊരു ന്യൂസ് കേട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് തീർച്ചയായിട്ടും മനസ്സിൽ മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് 17-ാം തീയതിക്കാർ. ഇദ്ദേഹത്തിൻ്റെ ഭാവി ഇനി അങ്ങനെയും ആകും. മൊയ്തീൻകുട്ടി ഫൈസിയുടെ ടോട്ടൽ പേരിൻ്റെ വാല്യൂ 66. 66 സൂപ്പർ നമ്പറല്ലേ, വളരെ നല്ല നമ്പറാണ്, നല്ല ജീവിതമാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. 6 ലക്ഷ്മിയുടെ നമ്പറില്ലേ, അല്ലെങ്കിൽ ശുക്രനല്ലേ, 2 ശുക്രന്മാർ ചേർന്നതല്ലേ. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അവർ പെട്ടെന്ന് വിജയിക്കുകയും ചെയ്യും.
ലോട്ട് ഓഫ് വെൽത്ത് ആൻഡ് പോപ്പുലാരിറ്റി. ഇവർ നല്ല ഈ 66 നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഈ വാഗ്മികളാവും, പ്രാസംഗികർ. ഇദ്ദേഹത്തിൻ്റെ നല്ല ചടുലമായ വളരെ സിമ്പിളായ രീതിയിലുള്ള പ്രസംഗമാണ്, അത് ഞാൻ കേട്ടിരിക്കുന്നു. തീവ്രതയില്ല. ചില രാഷ്ട്രീയക്കാർ കാണത്തില്ല, കൈയും കാലൊക്കെ എടുത്ത് നിലവിളിച്ചുകൊണ്ട് ഉള്ള രാഷ്ട്രീയക്കാർ കാണാം. രാഷ്ട്രീയക്കാരെന്നില്ല, ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഉറക്കെ 8 ദിക്കിലും പൊട്ടുമാറും മൈക്കിനോ വഴി വിളിച്ച് പറയുന്നത് കേൾക്കാം. ഇദ്ദേഹം അങ്ങനെയില്ല, വളരെ എത്ര തീവ്രമായ ആശയങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അത് ഈ 66ൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളിൽ 66 നിങ്ങൾക്കും ഇങ്ങനെ പ്രാസംഗിക തലത്തിലൊക്കെ എക്സ്പെർട്ട് ആകാൻ പറ്റും, നല്ല കമ്മ്യൂണിക്കേഷനും ഉണ്ടാകും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ 66 വന്നാൽ യു വിൽ ബി എക്സ്പ്ലോയിറ്റ് എന്നുണ്ട്. എന്താണ്? നിങ്ങൾ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ചൂഷണം ചെയ്യും. ഇദ്ദേഹം സംഘടനയുടെ നേതാവാണ്. സംഘടനയുടെ നേതാവായിട്ട് എങ്ങനെ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അദ്ദേഹം മറ്റുള്ളവരെയും സ്നേഹത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ 66ൻ്റെ പ്രത്യേകത, ബെനിഫിറ്റ് കിട്ടാനായിട്ട്. 66ഉം 17ഉം കൂടി, അക്ഷരങ്ങളുടെ എണ്ണമായ 17ഉം 66ഉം കൂടി ചേരുമ്പോൾ എത്രയാണ്? 83. 83 വന്നാൽ ഏറ്റവും നല്ല നിലയിലുള്ള സൗഭാഗ്യമാണ്, ഏറ്റവും ഉന്നതങ്ങളിലെത്തും. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായില്ലേ, പ്രസിഡൻ്റായില്ലേ. ഒരു റേഞ്ചിൽപ്പെട്ടയാണ് ഒരു അത്രയും വലിയ നേതാവാകുമെന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. കാരണം ബിക്കോസ് ഓഫ് ദാറ്റ് 83 ഈസ് സപ്പോർട്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഭാഗ്യ നമ്പറാണ്. നിങ്ങളുടെ പേരിൽ 82ഒക്കെയാണ് വരുന്നതെങ്കിൽ 83 ആക്കാൻ നോക്കണം, അത് നല്ലതായിരിക്കും. അത് നിങ്ങൾ ജനിച്ച ഡേറ്റ് അനുസരിച്ചുകൊണ്ട് വേണം കേട്ടോ. എല്ലാ നമ്പേഴ്സിനും ഈ നമ്പരൊന്നും പറ്റത്തില്ല, ജനിച്ച എല്ലാ ഡേറ്റുകാർക്കും. ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് MK ഫൈസി എന്നാണ്. മൊയ്തീൻ കുട്ടി ഫൈസി എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല, അത് ഒഫീഷ്യൽ നെയിമാണ് MK ഫൈസി. MK ഫൈസിയുടെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 7. അദ്ദേഹത്തെ ഒന്ന് പതുക്കെ തളച്ചിട്ടിരിക്കുകയാണ്. പതുക്കെയല്ല, ശരിക്കും ഗംഭീരമായിട്ട് തളച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളിൽ പല ആൾക്കാരും പറയാറുണ്ട് 7 വന്നിട്ട് ഒരു കുഴപ്പമില്ലെന്നും. ഇദ്ദേഹത്തിന് 55ാമത്തെ വയസ്സിലാണ് പൂട്ടിലാക്കിയത്. നിങ്ങൾ 10, 40, 45, 50 വയസ്സായിക്കോട്ടെ, ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് എടുക്കരുത്. നിങ്ങളുടെ നാവുകൾക്കൊക്കെ വളരെ കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തെ 55ാമത്തെ വയസ്സിലാണ് അറസ്റ്റ് ചെയ്തത്. 7 അവിടെ വന്നിരിക്കുന്നത്. MK ഫൈസിയുടെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 24. 24നെ പറ്റിയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നല്ല ലെവലിലൊക്കെ പോട്ടെ. ഈ 7നെ പറ്റി പറയുമ്പോൾ നെപ്റ്റ്യൂണാണ്. ഇത് മതപരമായ രീതിയിൽ ഇന്നലകൾ വരെ അനുഷ്ഠിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, മതപരമായ കാര്യങ്ങളിൽ വളരെ വേറിട്ട ഒരു സ്വഭാവം കാണിക്കുന്നതാണ് 7 ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും അവിടെയും മതപരമായ രീതിയിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെ ജീവിക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞതാണ്, ആക്ഷേപിക്കുന്നതല്ല, ആർക്കും എതിര് പറയാനും പറ്റത്തില്ല. നമ്മളെല്ലാവരും, നിങ്ങളിൽ ഒട്ടുമിക്കവരും കാണുകയും ചെയ്തതാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ട് പോലും ഈ മതം അവിടെ കൊണ്ട് കുത്തിക്കയറ്റി വെച്ചു, നിറച്ചിട്ടു. കാരണം ആ കേതു അദ്ദേഹത്തെ എടുത്തു പൊക്കി. 7 എന്ന് വെച്ചാൽ കേതുവാണല്ലോ, 7 അങ്ങ് ആകാശത്തോളം കൊണ്ടുപോകും, പിന്നീട് കൈവിട്ടേക്കും, നേരെ താഴെ കിടക്കും. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പറ്റിയത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ പോയിരുന്നെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു പറയാം. പക്ഷേ ഇവിടെ ആൻറ്റി മണി ലോണ്ടറിക്കാണ് പിടിച്ചത്. കാരണം ആൻറ്റി മണി ലോണ്ടറിക്ക് പിടിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള ഒരു വിഷലിപ്തമായ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ നോട്ടീസ് ചെയ്തിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ BJP കാരനാണ്. ഞാൻ BJP അല്ല, മാർക്സിസ്റ്റും അല്ല, കോൺഗ്രസും അല്ല, മുസ്ലിം ലീഗും അല്ല, ഒന്നുമല്ല. ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്ന ആളല്ല. ഞങ്ങളുടെ കുടുംബക്കാർ, എൻ്റെ മക്കളൊന്നും വോട്ട് ചെയ്തിട്ട് പോലില്ല. 2 മക്കളും വോട്ട് ചെയ്തിട്ടില്ല. വൈഫ് പണ്ട് കോളേജിലാണ്ട് വെച്ച് വോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാനും ഒരൊറ്റ തവണയെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലേ. ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ ഓർക്കോ ഇവനാൾ മറ്റേ പാർട്ടിയാണ് എന്നൊക്കെ ഓർക്കും. ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഞാനൊരു ദേശീയവാദിയാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ പിറന്നു, ഒരു അന്യരാജ്യത്ത് ജീവിക്കുന്നു. ഈ രാജ്യത്തെ അങ്ങേയറ്റം എടുത്ത നിയമം എല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ പൊളൈറ്റായിട്ട് പോകുന്നു. ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഈ സയൻസ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഈ MK ഫൈസിയുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 24. 24 വന്നു കഴിഞ്ഞാൽ കലാഭിരുചി ഉണ്ടാകും. ഇദ്ദേഹം നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കുമല്ലോ, സോഫ്റ്റായിട്ട് ആൾക്കാരെ ഇരുത്താൻ തോന്നും. ആരും എഴുന്നേറ്റ് പോകില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ. ഞാൻ യൂട്യൂബിലൂടെ കണ്ടിരിക്കുന്നത്, നേരിട്ട് കേട്ടിട്ടില്ല. സ്വന്തം അഭിപ്രായം പറയുകയും ചെയ്യും. 24 അതൊക്കെ നല്ല പോസിറ്റീവായ കാര്യങ്ങളാണ്. പക്ഷേ 24 വന്നാൽ നിങ്ങളുടെ പേരിൽ അല്പം ധാർഷ്ട്യം വരും.
ധാർഷ്ട്യം. ഇദ്ദേഹം അതാണല്ലോ ആ ധാർഷ്ട്യ പ്രസംഗമല്ലേ ചെയ്തത്. എന്നാൽ അതിനോടൊപ്പം തന്നെ മധുരവും ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മധുരമാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക്. അത് പറഞ്ഞപ്പോൾ ആൾക്കാർ കൈയടിക്കുകയും ചെയ്തു. അപ്പം ധാർഷ്ട്യവും മധുരവും കൂടി വരും നിങ്ങളുടെ പേരിൽ 24 ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നിങ്ങളൊരു എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ വേണ്ട കൂട്ടുകാരുടെ ഇടയിൽ സംസാരിക്കുമ്പോഴും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 7ഉം 24ഉം കൂടി വാല്യൂ ആയ 24ഉം കൂടി കൂട്ടുമ്പോൾ 31 വന്നാൽ സൂക്ഷിക്കണം. ഇപ്പോൾ 55 വയസ്സാണല്ലോ. 31 വന്നാൽ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് വിഷാദ രോഗം പറയുന്നുണ്ട്. എല്ലാവർക്കും അല്ല, അത് അവരുടെ ചെയ്തികൾ പോലെ. ഇദ്ദേഹം ഇനി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇന്നലകൾ വരെ സുഖസമൃദ്ധമായിട്ട് ജീവിച്ചിട്ട് ഒരു ജയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് 1 ലൈഫ് അല്ലല്ലോ. വിഷാദ രോഗം പെട്ടെന്ന് ബാധിക്കും. എന്നാൽ ബാല്യം തൊട്ടേ കള്ളത്തരവും മോഷണവും വഞ്ചനയൊക്കെ കാണിച്ച് ജയിലിലും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടന്ന ആളിനെ സംബന്ധിച്ച് ജയിലിൽ പിടിച്ചാൽ അവർക്കത് സുഖമാണെന്ന് പറയും. പക്ഷേ ഇദ്ദേഹത്തെ പോലെ അത്യാവശ്യം ഒരു VIP അല്ലേ ഇദ്ദേഹം. എത്രയോ പേര് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു VIP ആയ സുഖമായിട്ട് ജീവിച്ചയാൾ, ഒരു വ്യക്തി, ഒന്നിനും കുറവില്ലാതെ ഒരു വ്യക്തി ജയിലിലേക്ക് കയറിയപ്പോൾ മനസ്സ് പെട്ടെന്ന് തന്നെ ഡിപ്രസ്സാകും. വിഷാദ രോഗം 31ൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ പേരിൽ 31 ഉണ്ടെങ്കിൽ നിങ്ങളും സൂക്ഷിക്കണം. അലക്സാണ്ടർ ചക്രവർത്തി നമ്മളെല്ലാം ബാല്യം മുതൽ തൊട്ടേ കേട്ടിട്ടുണ്ട്. ദ ഗ്രേറ്റ് അലക്സാണ്ടറിൻ്റെ പേരിൽ 31. പക്ഷേ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചോ? നമുക്ക് വേൾഡ് ഹിസ്റ്ററി അറിയാം. അദ്ദേഹത്തിൻ്റെ ആ വളരെ യൂത്തായ സമയത്താണ് അസുഖം വന്ന് മരിച്ചു പോയത്. ഇന്ത്യയെ ആക്രമിച്ചു പോയപ്പോൾ ലോകം കീഴടക്കിയ വ്യക്തി. അലക്സാണ്ടറിൻ്റെ പേരിൽ 31 നമ്പർ. അനുഭവിക്കാൻ യോഗമില്ല. ഇദ്ദേഹത്തിനും അനുഭവിക്കാൻ ഇനി ശിഷ്ടകാലം യോഗം ഉണ്ടാകത്തില്ല. ന്യൂമറോളജിയിലാണ് കേട്ടോ. ഞാനീ നിയമമോ കോടതിയോ പോലീസൊന്നും അല്ല. നിയമം അനുസരിച്ച് ഇതിൻ്റെ അലക്സാണ്ടറിൻ്റെ ഉൾപ്പെടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാനുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നീണ്ടുപോകില്ലേ. ഇനി ഈ SDPIക്കാരെ ആദ്യമായിട്ട് ഗവൺമെൻറ് നോട്ട് ചെയ്തത് 2019 മാർച്ച് മാസം 16-ാം തീയതി കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് അവരുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മിനിറ്റ്സ് ബുക്കിൽ എഴുതിയിരുന്നു, PFI ഫണ്ടഡ് ടു SDPI എന്ന്. PFI എന്ന ഒരു സംഘടന ഗവൺമെൻറ്റിൻ്റെ നോട്ടത്തിൽ അന്ന് തീവ്രവാദി സംഘടന, അതെന്തോ ആയിക്കോട്ടെ, തീവ്രവാദമോ അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഗവൺമെൻറ് PFIയുടെ കയ്യിൽ നിന്നും ഇവർ പൈസ മേടിച്ചെന്നു അവരുടെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് കണ്ടു. 2019 മാർച്ച് 16-ൻ്റെ കാര്യം അറിയാമല്ലോ, 7 അതവിടെ ആദ്യത്തെ ലോക്കായി കഴിഞ്ഞു, തുടക്കം ഇട്ടു. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ലേഖനം അനുസരിച്ച് നോക്കുമ്പോൾ PFIയുമായി ബന്ധപ്പെട്ട് ഇവർ കളക്ട് ചെയ്ത് 61,72,00,000 രൂപ കളക്ട് ചെയ്തു. PFIയുമായിട്ടുള്ള ടൈപ്പിൽ SDPIക്കാർ. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനമാണ്. അവരെപ്പോലെ ഒരു ലീഡിങ് പത്രക്കാരും വെറുതെ എഴുതത്തില്ലല്ലോ, ഊഹം വെച്ച് എഴുതില്ലല്ലോ. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 61,72,00,000. 61 കോടി എന്നാൽ 6 1 7 ആയി. 72 ആകുമ്പോഴോ 7 2 9, 9 7 എത്രയാണ്? 16. അങ്ങനെ ഈ 16ൻ്റെ ഫിഗറിലേക്ക് വരാനായിട്ട് ഈ SDPIക്കാർ ഈ ന്യൂമറോളജി പഠിച്ചിട്ടാണോ? അത് പഠിക്കാതെയാണ്. എങ്ങനെയാണ് ഈ 16 വന്നത്? 61,72,00,000. 73 ലക്ഷമാണ് കണക്ക്, ആകത്തില്ല ഉണ്ടോ? അതാണ് 7 എവിടെയെങ്കിലും നോട്ടമിട്ടാൽ അവരെ അടിയോടെ കൊണ്ടുപോകും. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ 7 ആണെങ്കിൽ ഭയപ്പെടുത്തുമല്ല, ഞാൻ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്തെങ്കിലും അപാകത പറയുന്നുണ്ടോ? എനിക്കൊരു മനുഷ്യനെ ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോന്നും കൊണ്ട് വിളമ്പുന്നത്. ഓരോരോ അക്ഷരങ്ങൾ വീതമാണ് വിളമ്പിത്തരുന്നത്. 61,72,00,000 രൂപ അവരെ വീണ്ടും കൂട്ടിലാക്കി. 16 വന്നു. പെട്ടെന്ന് രക്ഷപ്പെടത്തില്ല. സൂക്ഷിക്കണം 7-നെ. SDPI അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 4. അതിൻ്റെ വാല്യൂ എത്രയാണ്? SDPI S 3 D 4 4 3 7 P 8 8 15 I 1 15 1 16. അവിടെ കണ്ടോ 16. SDPI എന്ന സംഘടന ഇല്ലാതാകും. ഇനി വാല്യൂ ആയ 16ഉം അക്ഷരങ്ങളുടെ എണ്ണമായ 4 കൂടി ചേരുമ്പോഴെത്രയാണ്? 20. 20ഉം ഓൾസോ നെഗറ്റീവ് നമ്പർ.
ഈ ന്യൂമറോളജി ഈ പരൽ പേർ സംഖ്യ എന്ന പേരിൽ PARAL പരൽ പേർ സംഖ്യ എന്ന പേരിൽ സംസ്കൃത ഭാഷയിൽ ആവിർഭവിച്ചു. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് മുട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വേദിക് അസ്ട്രോളജി അനുസരിച്ചുകൊണ്ട് പരൽ പേർ സംഖ്യ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അന്ന് ഇത് കണ്ടുപിടിച്ച ഭാരതത്തിലെ മുനിവര്യന്മാർ, ആ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, സംസ്കൃത ഭാഷയിൽ ആരംഭിച്ച ഇത് ഒരിക്കൽ സംസ്കൃത ഭാഷ മൃതഭാഷയാവും, ഡെഡ് ലാംഗ്വേജ് ആകും എന്നും പിന്നീട് ലോകത്തിൽ ഏറ്റവും അക്ഷരങ്ങൾ കുറഞ്ഞ ഭാഷയിലേക്ക് മാറുമെന്നും അവർ പ്രവചിച്ചു. അന്ന് ഇംഗ്ലീഷൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് എത്ര നാളായി? ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും അക്ഷരങ്ങൾ കുറഞ്ഞ ലാംഗ്വേജാണ് ആംഗ്ലേയ ഭാഷ, അതായത് ഇംഗ്ലീഷ് ഭാഷ. അവർ ഇന്ത്യയിലും വന്ന് പ്രചരിപ്പിച്ചു. അതിൽ 26 ലെറ്റേഴ്സിലേ ഉള്ളൂ. എന്നാൽ 26 ലെറ്റേഴ്സ് അല്ല, 22 ലെറ്റേഴ്സ് മാത്രമുള്ള ഒരു യൂറോപ്പിലെ ഒരു ചെറിയ നാട്ടുരാജ്യമുണ്ട്. പക്ഷേ ആ രാജ്യത്ത് മാത്രമേ ആ ഭാഷയുള്ളൂ. അതുകൊണ്ട് അത് പോപ്പുലറായ ഭാഷയല്ല. അപ്പോൾ ഈ ഭാഷയെ ഈ പരൽ പേർ സംഖ്യയെ ന്യൂമറോളജി എന്ന പേരിൽ നാമം ചെയ്തുകൊണ്ട് കെയ്റോ എന്ന ഒരു വ്യക്തി, സായിപ്പാണ്, ബ്രിട്ടീഷുകാരനാണ്. കെയ്റോ അല്ലെങ്കിൽ ഷീറോ എന്നും പറയും, രണ്ട് രീതിയിലും പറയും. CHEIRO, കെയ്റോ, ഷീറോ. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ 16 എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റഡ് കാസിൽ, നശിച്ചു പോയ കോട്ടയാണ്, ഒരു പൊളിഞ്ഞ കോട്ടയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 16 നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനായ ആൾ, അദ്ദേഹത്തിൻ്റെ എത്രയോ പുസ്തകങ്ങൾ എത്രയോ കോടിക്കണക്കിന് ചിലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്രയും എഴുതണമെന്നുണ്ടെങ്കിലോ 16 സൂക്ഷിക്കുക. നിങ്ങളുടെ പേരിൽ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. തന്നിഷ്ടപ്രകാരം ചെയ്യരുത്. കാരണം നിങ്ങൾ ജനിച്ച ഡേറ്റിൽ ഏതെങ്കിലും ഡേറ്റിലുണ്ട് എല്ലാ നമ്പേഴ്സും നിങ്ങൾക്ക് സപ്പോർട്ടല്ല. അപ്പം നിങ്ങളിപ്പം 16 എന്നുള്ളത് 17 കിട്ടുമെന്ന് വിചാരിച്ചോളൂ. അതും മറ്റൊരു അപകടമാണ്. 1 7 കൂടി ചേരുന്നത് 8ആണ്. 1ൻ്റെയും കേതുവിൻ്റെയും ശക്തിയായ സൂര്യൻ 1 7 കേതു അങ്ങോട്ട് ചേരുന്നതോ ശനി 8. അതും ദൂഷ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള ന്യൂമറോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് പ്രോണോളജി കൂടി അറിയാവുന്നൊരു വ്യക്തിയെ കൊണ്ട് മാത്രമേ നിങ്ങൾ പുതുതായിട്ട് നാമത്തിലേക്ക് മാറാവൂ. അപ്പോൾ കെയ്റോ പറഞ്ഞത് പൊളിഞ്ഞുപോയ കോട്ടയാണ് 16. നമുക്ക് ലൗകിക സുഖത്തിനും ലോകസുഖത്തിനൊന്നും പറ്റുന്ന നമ്പറല്ല. പക്ഷേ ഒരു 10-20% ആൾക്കാർ 16 രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ അങ്ങനെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. ആർക്കും ദ്രോഹം ചെയ്യാതെ അല്പം ചാരിറ്റിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരിൽ അവർ ബ്ലെസ്ഡാണ്. അല്ലാതെയുള്ള ആൾക്കാർക്കാണ് ഈ കുഴപ്പം വരുന്നത്. 3. ഇനി MK ഫേസ് SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2009 ജൂൺ മാസം 21-ന്. 21/6/2009. ഇത് 2025-ലാണല്ലോ. ഇപ്പോൾ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനായിട്ട് ഏത് മോദിജി നോക്കിയാലും അമിത്ഷാ നോക്കിയാലും യോഗി ആദിത്യനാഥ് നോക്കിയാലും ഒന്നും പറ്റില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ. കാരണം രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ആ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കാൻ. നമുക്ക് ന്യൂമറോളജി പ്രകാരം എങ്ങനെയാണെന്ന് നോക്കാം. 21/6/2009 SDPI സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഇന്ന് 15 വർഷം 8 മാസം 19 ദിവസമായി. ഇന്ന് ഈ 2025 മാർച്ച് മാസം 10-ാം തീയതിയിലെ കാര്യമാണ് പറഞ്ഞത്. 15 വർഷം 8 മാസം 19 ദിവസം. പക്ഷേ 4 ദിവസങ്ങൾക്ക് മുൻപാണ് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ പിടിച്ചത്, ആൻറ്റി മണി ലോണ്ടറി എന്ന പേരിൽ. 15 വർഷവും 8 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽപ്പെട്ട ഒന്ന്, ഏറ്റവും വലുത് ഇന്ത്യൻ റെയിൽവേ ആണ്. അതിലൊന്നാണ് LIC ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാർ നമുക്കൊക്കെ അറിയാം LIC ഓഫ് ഇന്ത്യ. ഒരു പഞ്ചായത്തിലെ LICയിലെ കൺസൾട്ടൻറ്റ് ഒരു 6-7 പേര് വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ LIC ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽപ്പെട്ട ഒന്ന്. LICയിൽ ഒരു വ്യക്തി ചേരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 35 വയസ്സും 6 മാസവും 1 ദിവസവും ആയി എന്ന് വയ്ക്കുക. 35 വയസ്സ് 6 മാസം 1 ദിവസം. നിങ്ങൾ പറയുമോ 35 കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ LICയിലെ റെക്കോർഡ് അനുസരിച്ചുകൊണ്ട് 35 വയസ്സും 6 മാസവും കഴിഞ്ഞാൽ 36 വയസ്സായിട്ട് എടുക്കും. അല്ലെങ്കിൽ 40 വയസ്സും 6 മാസവും 1 ദിവസമാണെങ്കിൽ 41 വയസ്സെന്ന് പറയും. പിന്നെ അതിനകത്ത് ഡേറ്റ് ബാക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ലീഗലി അങ്ങനെയാണ്. ഒരു വർഷം 12 മാസം ഉള്ളതിൽ 6 മാസം പിന്നിട്ടാൽ 1 വയസ്സായിട്ടേ കണക്ക് കൂട്ടിയുള്ളൂ. അപ്പോൾ SDPIയുടെ ജനനം എന്നായിരുന്നു? 21/6/2009.
15 വർഷവും 8 മാസവും 15 ദിവസവും ആയപ്പോഴാണല്ലോ പിടിച്ചത്. അതായത് 15 വർഷവും 8 മാസം വെച്ചാൽ 16 വർഷമായി. 16ാമത്തെ വർഷമാണ് ഇത് വരുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സയൻസ് എത്ര മഹത്താണ്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി അന്നത്തെ ആൾക്കാർ? ഇതൊന്നും എന്നെ കണ്ടുപിടിച്ചതല്ല കേട്ടോ. എനിക്കതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഞാൻ പിന്നെ അതിനകത്തൊരു ഗവേഷണം ചെയ്യുന്നു. എനിക്ക് എൻ്റേതായ രീതിയിൽ കോൺട്രിബ്യൂഷനുണ്ട്. എൻ്റെ കോൺട്രിബ്യൂഷനാണ് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി യൂട്യൂബിലൂടെ ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ 16ാമത്തെ വർഷമാണ് പിടിച്ചത്. ഇത് തദൈവ മുന്നോട്ട് പോകില്ല. എത്ര ശക്തിയുള്ള പാർട്ടിയായാലും ശരി. വീണ്ടും പറയുന്നു, SDP എന്നല്ല, ഒരു പാർട്ടിക്കും എതിരല്ല ഞാൻ. ആരോടും മമതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ, കുടുംബക്കാർ മൊത്തം. ആരോടും വെറുപ്പില്ല. വോട്ട് ചെയ്യാൻ പോകുന്നതും പറ്റില്ല, താല്പര്യമില്ല, എന്തോ അതറിയില്ല. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ഒന്നും ഈ രാഷ്ട്രീയ സ്പിരിറ്റ് ഇല്ലാത്തവരാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാമല്ലോ. എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. എല്ലാവരോടും സ്നേഹമാണ്. നാട്ടിലൂടെ പിരിവും കൊടുക്കും. അപ്പോൾ 16ാമത്തെ വർഷം SDP പിടിച്ചു. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് SDP ഫുൾ ഫോം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 28. 28 വന്നാലും പോയി. 28ൻ്റെ 29ൻ്റെയൊക്കെ കാര്യങ്ങൾ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും SDP അനുകൂലമല്ല. പിന്നെ വേറെ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ വാല്യൂ ഒക്കെ ഉണ്ട്. അതിപ്പോൾ വേണ്ട, സമയം ഇത്രയാവില്ലേ, നീണ്ടുപോകും. ഇതിന് മുൻപായിട്ട് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നൊരു പാർട്ടിയായിരുന്നു PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അത് 5 വർഷത്തേക്ക് നിരോധിച്ചിരിക്കുകയായിരുന്നു. എന്നാണ് നിരോധിച്ചത്? 28/9/2022. 28/9/2022 PFI നിരോധിച്ചു. അത് കൂട്ടുമ്പോഴെത്രയാണ്? ടോട്ടലി 25 ഉണ്ടോ? 25-ൽ ഗവൺമെൻറ് എങ്ങനെ ഇതൊക്കെ കണക്കൂട്ടിയെടുക്കുന്നത്? 7ലേക്ക് കൊണ്ടുപോയി ഇവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാമെന്നാണോ? ആരും ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകുന്നതാണ് 7ലേക്ക്. 7 ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ച നമ്പറാണ്. ഇതിൻ്റെ കൂടുതൽ ആ വ്യക്തികളുടെ പേരിനകത്ത് എന്തെങ്കിലും ലെറ്ററൊക്കെ ഉണ്ടെങ്കിലോ, നെഗറ്റീവ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിലോ, പിയിലും Fയിലൊക്കെ പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ അപകടമാണ്. അതൊക്കെ ശനിയുടെ നമ്പറാണ്. നിങ്ങളുടെ പേരിൽ P ഉണ്ടെങ്കിൽ വളരെ അപകടമാണ്. സൂക്ഷിച്ച് പിന്നെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. SDP ഇന്ത്യയിലാണല്ലോ ഉള്ളത്. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളുണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇന്ത്യക്കാരുടെ നിലയിൽ എടുക്കാം. SDP ലെറ്റേഴ്സിൻ്റെ എണ്ണം 4, അതിൻ്റെ വാല്യൂ 16. ഇന്ത്യയുടെ വാല്യൂ എത്രയാണ്? ഇന്ത്യയുടെ വാല്യൂ 12. 16ഉം 10 26 28ആയി. അതായത് ഇന്ത്യയിലുള്ള SDP ന്യൂമറിക്കൽ വാല്യൂ എടുക്കുമ്പോൾ ടോട്ടൽ 28. അവിടെ ഓൾറെഡി 16 ഉണ്ട്. അതിനോടൊപ്പം തന്നെ 28 വന്നപ്പം അത് മുന്നോട്ട് പോകത്തില്ല. SDP ഇപ്പോഴത്തെ അറസ്റ്റായിരിക്കും. നമ്മളുടെ മറ്റുള്ള വീഡിയോ ചാനലുകാർ പറയുന്ന പോലെ അല്ല കേട്ടോ. രാഷ്ട്രീയത്തിൻ്റെ അംശം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു യൂട്യൂബർ എന്തും വേണം പറയാം. ഇതെനിക്ക് ഒരു രാഷ്ട്രീയമില്ല, അശേഷമില്ല. നമ്മളുടെ ഏതെങ്കിലും വീഡിയോയിൽ രാഷ്ട്രീയ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും നമ്മളൊരു ഔട്ട്സൈഡർ എന്ന നിലയിലാണ് കാണുന്നത്. എല്ലാം നിരീക്ഷിക്കുകയാണ്, വീക്ഷിക്കുകയാണ്. ഒരു പാർട്ടിയോടും നമ്മൾ മമതയോടുകൂടി പറഞ്ഞിട്ടുമില്ല. ഒരു നമ്പറിനെയും നമ്മൾ അവഹേളിച്ച് പറഞ്ഞിട്ടില്ല. അതായത് ജനിച്ച ഡേറ്റ് 1 തൊട്ട് 31 വരെയുള്ള നമ്പറിനെ അവഹേളിച്ചിട്ടില്ല. അവരുടെയൊക്കെ സ്വഭാവം മാത്രമാണ് നമ്മളുടെ ഈ ക്ലാസ്സിലൂടെ വിളിച്ചു പറയുന്നത്. ഇവർക്ക് ഫണ്ട് ചെയ്ത ആരാണ്? PFI. കോഴിക്കോട് നടന്ന അവരുടെ ഹെഡ്ക്വാർട്ടറിൽ വെച്ച് നടന്ന മിനിറ്റ്സ് ബുക്കിലുള്ള റെക്കോർഡാണ് ED പിടിച്ചത്. PFIയുടെ ലെറ്റർ വാല്യൂ എത്രയാണ്? അക്ഷരങ്ങളുടെ എണ്ണം 3, SDP 4, 3, 4, 7. അപ്പോൾ ആ കൂട്ടുകെട്ട് അത്ര ശരിയായില്ല. ഈ സംഘടനയ്ക്ക് വേറെ വല്ല പേരിട്ടാൽ മതിയായിരുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ 7 വീണ്ടും അവിടെ വന്ന് കൂട്ടുകൂടി നശിപ്പിച്ചു, ഇല്ലാതാക്കി. PFIയുടെ വാല്യൂ എത്രയാണ്? 17. PFI 17. SDP വാല്യൂ എത്രയാണ്? 16. 17ഉം അപകടമാണ്, 16ഉം അപകടമാണെന്ന് അറിയാം. അങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ 17ഉം 16ഉം 40. 40 എപ്പോഴും പരാജയമാണ്. 4നോടൊപ്പം ഒരു 0 കൂടി ചേരുന്നു. 0 വരുമ്പോൾ അത് വളരെ സ്പിരിച്വലായിട്ടുള്ള നമ്പറാണത്. ന്യൂമറോളജിയിൽ 1 തൊട്ട് 9 വരെയുള്ളൂ അക്കങ്ങൾ. പക്ഷേ 0യുടെ വാല്യൂ ഏതൊരക്ഷരത്തിനോടൊപ്പമാണോ ചേരുന്നത് അവിടെ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ബ്ലെസ്സിങ്സ് കൊടുക്കും. 4 പൊതുവേ അപകടമാണ്. രാഹുവല്ലേ, ബുദ്ധിയാണ്. എങ്ങനെയും പലതും നേടാനുള്ള ശ്രമം നടത്തും. ഇവരിപ്പോൾ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തി ഒരു സർക്കാർ നിരോധിച്ച സ്ഥാപനവുമായിട്ട് കൂട്ടുകൂടി. അതാണ് 4നോടൊപ്പം 0 കൂടി വന്നപ്പോൾ ഉള്ള അപകടം. പരാജയമുണ്ട്, വിജയമുണ്ട്. പക്ഷേ ഇതിനകത്തിപ്പോൾ പരാജയമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
എല്ലാം ഉണ്ടെങ്കിലും സുഖം ഉണ്ടാകത്തില്ല. 40 നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവനായിട്ട് സമൂഹം പറയത്തില്ല. അപ്പോൾ 40 മാറ്റണം. വേറെ ഏതെങ്കിലും ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഫിഗറിലേക്ക്. ഇപ്പോൾ CPIM അത് ഇല്ലാതാവും. ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല കേട്ടോ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരൊന്നുമില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിനോട് അനുകൂലമോ BJPയോട് അനുകൂലമാണോ ഒന്നുമല്ല പറയുന്നത്. CPIMനകത്ത് 16 ലെറ്റേഴ്സാണ് വാല്യൂ വന്നിരിക്കുന്നത്. അതും ഇന്ത്യയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ അവിടെ 28 വന്നു. അല്ല, വഖഫ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇത് ആ രീതിയിലുള്ള സബ്ജക്റ്റ് വന്നുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വഖഫ് 16 ഇന്ത്യയിൽ, അതും 28. വഖഫും ഈ CPIMഉം ഇല്ലാതാകും. CPIM തൽക്കാലം വിജയിക്കുന്നതൊക്കെ ഇല്ലാതാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് അറിഞ്ഞതാണ്. സാധാരണ ദേശീയമായ കാര്യങ്ങളിൽ നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ തീഹാർ ജയിലിൽ അടയ്ക്കുമെന്നാണ് പൊതുവെ കേട്ടിരിക്കുന്നത്. പക്ഷേ അടുത്തിടയ്ക്കായിട്ട് കേട്ടു ചില കുറ്റവാളികളൊക്കെ ഉത്തർപ്രദേശിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. ഇത് ഒഫീഷ്യലായിട്ടില്ല, അങ്ങനെ കേട്ടിരിക്കുന്നതാണ്, ഒരു വാർത്തയിലൂടെ കേട്ടതാണ്. ഇനി ഇദ്ദേഹത്തെ ഈ നമ്മുടെ MK ഫൈസിയെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയാൽ, അദ്ദേഹത്തിന് ഭയമുണ്ടെന്നും ഇങ്ങനെ പറഞ്ഞിരുന്നു, കൊണ്ടുപോയാൽ ഉത്തർപ്രദേശിൻ്റെ വാല്യൂ എത്രയാണ്? 12. അക്ഷരങ്ങളുടെ എണ്ണം 12. ടോട്ടൽ വാല്യൂ 45. 45 അറിയാമല്ലോ, വിപ്ലവമാണെന്ന്. ടോട്ടൽ 57. ഉത്തർപ്രദേശിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 12ഉം വാല്യൂ ആയ 45 കൂടി കൂട്ടുമ്പോൾ 57. അതിനെപ്പറ്റി ഇപ്പം വിശദീകരിക്കുന്നില്ല, ലെങ്തി വീഡിയോ ആകണ്ട. MK ഫൈസിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7, വാല്യൂ 24, ടോട്ടൽ 31. അതായത് MK ഫൈസിയുടെ പേരിൻ്റെ ടോട്ടൽ അക്ഷരങ്ങളുടെ എണ്ണവും വാല്യൂവും കൂടി കണക്കൂട്ടുമ്പോൾ 31ഉം ഉത്തർപ്രദേശിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 12ഉം 45 കൂടി കൂട്ടുമ്പോൾ 57 കൂടി കൂട്ടുമ്പോൾ 57 പ്ലസ് 31 എത്രയാണ്? 88. 8 8 16. ഒരെട്ട് തന്നെ കാട്ടിനിമ, 2 8 കൂടി ആകുമ്പോൾ ഈ MK ഫൈസിയെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 16ൻ്റെ സ്വാധീനം കണ്ട് അദ്ദേഹം തിരിച്ചു വരുമോ എന്ന് പോലും സംശയമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതാരെയും ദ്രോഹിക്കാനുള്ളതല്ല. ഇത് നിങ്ങൾ ആരെയും പഴിക്കാതെ വേണം ഇതൊക്കെ പഠിക്കാൻ. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ നോക്കുക. വീണ്ടും വിവാഹപ്രായമായ മാതാപിതാക്കളോട് മക്കളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലെങ്കിൽ പ്രായമായ നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും എതിർച്ചയാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കെടുതികൾ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിനുള്ളിൽ പരീക്ഷിക്കാനുള്ളതാണോ? അങ്ങനെ പരീക്ഷിക്കരുത്. ഇവിടെ എന്നെ കാണാൻ വരുന്ന അധികം ആൾക്കാരും ബിസിനസ്സുകാരാണ്, പൊളിഞ്ഞ് പാളിഷായ ആൾക്കാരാണ്. കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട്, കൂട്ടുകാർ കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടൊരു കമ്പനിയുടെ പേരൊക്കെ ഇടും, ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കും. വലിയ വിഷയം. ജയിലിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? അവരൊക്കെ ഇപ്പോൾ ന്യൂമറോളജി വെച്ച് സഹായിച്ച് നല്ല ലെവലിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.